ചെയ്യാൻ പോകുന്ന 2016 phase 1 question paper ആണ് കേട്ടോ. So here first question, in a test cross involving F1 dihybrid flies, more parental type offsprings were produced than the recombinant type offspring. This indicate ടെസ്റ്റ് ക്രോസിൽ എപ്പോഴും ഒരു ഹൈബ്രിഡ് ഉണ്ടാക്കുന്ന 1:1 റേഷ്യോയിലുള്ള പ്രോജനി ആയിരിക്കും. ഇവിടെ ഡൈ ഹൈബ്രിഡ് ആയതുകൊണ്ട് 1:1:1:1 ആയിരിക്കും. സോ എത്ര പേരന്റൽ ടൈപ്പ് ഉണ്ടോ അത്രയും റീകോമ്പിനന്റ് ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ പേരന്റൽ ടൈപ്പിനേക്കാൾ കുറവാണ് റീകോമ്പിനന്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ നമ്മൾ ഡൈ ഹൈബ്രിഡ് ക്രോസിൽ കൺസിഡർ ചെയ്തിട്ടുള്ള 2 ക്യാരക്ടർ ഇരിക്കുന്ന ഒരേ ക്രോമസോമിലും അത് ലിങ്ക്ഡ് നേച്ചറിലുമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് the two genes are linked and present on the same chromosome. Second question, water soluble pigments found in plant cell vacuole are plant cell vacuole കാണുന്ന water soluble pigment ആന്തോസൈനിൻ ആണ്. അത് ഫ്രൂട്ടിനും ലീവ്സിനും ഫ്ലവേഴ്സിന്റെ പെറ്റൽസിനും ഒക്കെ കളർ കൊടുക്കുന്നതാണ് ആന്തോസൈനിൻ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following pairs of hormone are not antagonistic? അതായത് എതിരായിട്ട് വർക്ക് ചെയ്യാത്ത ഏതാണ്? റിലാക്സിൻ ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ റിലാക്സേഷൻ ഓഫ് ദ യൂട്രസ് ആസ് വെൽ ആസ് ദ സെർവിക്കൽ റീജിയൻ. അതേപോലെ ഇൻഹിബിൻ ദാറ്റ് വിൽ ഇൻഹിബിറ്റ് ദ FSH. അപ്പോൾ ഇത് രണ്ടും ആന്റഗോണിസ്റ്റിക് അല്ല. ദെൻ പാരത്തോർമോൺ ദാറ്റ് ഇൻക്രീസസ് ദ കാൽഷ്യം ഇൻ ബ്ലഡ്, കാൽസിറ്റോണിൻ ഡിക്രീസസ് ദ കാൽഷ്യം അയോൺസ് ഇൻ ബ്ലഡ്, ആന്റഗോണിസ്റ്റിക് ആണ്. ഇൻസുലിൻ ഡിക്രീസസ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ്, ഗ്ലൂക്കോഗോൺ increases glucose in blood, so this is antagonistic. Aldosterone that help in vasoconstriction, atrial natriuretic factor, vasodilation, that is also antagonistic. Next one, mitochondria and chloroplast are semi-autonomous organelles and are correct, formed by division of pre-existing organelles and they contain DNA but lack protein synthesizing machinery. Protein synthesizing machinery അവർക്കുണ്ട്. അപ്പോൾ A ശരിയും B തെറ്റുമാണ്. So A is true and B is false. അവർ റീപ്രൊഡക്ഷൻ നടത്തുന്നത്, അതായത് അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ബൈനറി ഫിഷൻ വഴിയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് പ്ലാസ്മിഡ്? പ്ലാസ്മിഡ് എന്ന് പറയുന്നത് എക്സ്ട്രാ ക്രോമസോമൽ DNA വിച്ച് ഈസ് കോവാലന്റ്ലി ക്ലോസ്ഡ് സർക്കുലർ ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ്. സോ ഹിയർ ഇറ്റ് ഈസ് സിംഗിൾ സ്ട്രാൻഡഡ് they have given, that is wrong. Next question, a plant in your garden avoid photorespiratory losses, has improved water use efficiently, shows high rate of photosynthesis at high temperature and has improved efficiency of nitrogen utilization. In which of the following physiological group would you assign this plant? C4 plant. C4 പ്ലാന്റ്സിലാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ ലൈറ്റിന്റെ പ്രസൻസിൽ ടെമ്പറേച്ചർ കൂടുന്ന സമയത്തും ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന. ക്യാം പ്ലാന്റ്സ് എന്ന് പറയുന്ന ക്രാസുലേഷൻ ആസിഡ് മെറ്റബോളിസം കാണിക്കുന്ന പ്ലാന്റ്സ് ആണ്. അവർ നൈറ്റിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ചെയ്യുന്ന സ്റ്റൊമേറ്റ നൈറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എമേഴ്സൺ എൻഹാൻസ്മെന്റ് എഫക്ട് ആൻഡ് റെഡ് ഡ്രോപ്പ് ഹാവ് ബീൻ ഇൻസ്ട്രുമെന്റൽ ഇൻ ദ ഡിസ്കവറി ഓഫ്. എമേഴ്സൺ എൻഹാൻസ്മെന്റ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിനെ 680-700 നാനോമീറ്റർ ലൈറ്റ് ഇന്റർമിറ്റന്റ് ആയിട്ട് കൊള്ളിച്ചാൽ they will do maximum photosynthesis. അപ്പോൾ ഈ മാക്സിമം ഫോട്ടോസിന്തസിസ് നടക്കാനുള്ള കാരണം 2 ഫോട്ടോ സിസ്റ്റംസും, അതായത് ഫോട്ടോ സിസ്റ്റം 1ഉം ഫോട്ടോ സിസ്റ്റം 2ഉം സൈമൾട്ടേനിയസ്ലി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എമേഴ്സൺ എൻഹാൻസ്മെന്റ് എഫക്റ്റ് പറയുന്നത് 2 ഫോട്ടോ സിസ്റ്റം ഓപ്പറേറ്റിംഗ് സൈമൾട്ടേനിയസ്ലി എന്നാണ്. റെഡ് ഡ്രോപ്പ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ 700 നാനോമീറ്റർ മാത്രം കുറേ നേരം എക്സ്പോസ് ചെയ്തുകൊണ്ടിരുന്ന ദ photosynthetic rate will be reduced because photo system 2 will not be able to act in 700 nanometer. Which type of tissue correctly match with its location? Cuboidal epithelium, lining of stomach. Stomachന്റെ lining columnar epithelium ആണ്. Smooth muscles, wall of intestine, correct. Areolar tissue, tendon. Areolar tissue present beneath the skin. Transitional epithelium, tip of nose. Transitional epithelium കാണുന്ന urinary bladderലാണ്. Tip of nose ഉണ്ടാക്കിയിട്ടുള്ളത് cartilaginous tissue കൊണ്ടാണ്. So here 2 is the correct one. Next one, when does the growth rate of a population following the logistic model equal 0? The logistic model is given as dn by dt is equal to rn into 1 minus n divided by k. ഒന്നുപോലെ r, അതായത് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും 0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ക്യാരിയിങ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലേഷനും ഈക്വൽ ആയി കഴിഞ്ഞാൽ ഇവിടെ dn by dt 0 ആവും. സോ ഹിയർ ഇവിടെ കൊടുത്തിട്ടുള്ളത് when n bar k is exactly 1, n bar k 1 ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, n ഉം k ഈക്വൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ this divided by this will become 1. അപ്പോൾ എന്താവും, ഇത് 0 വാല്യൂ ആവും, അല്ലെങ്കിൽ ഇത് 0 ആണ്, r 0 ആണ്. So here answer is when n by k is exactly 1.
Next question, which one of the following statement is not true? See, stored pollen in liquid nitrogen can be used in the crop breeding program. Correct. Tapetum help in the dehiscence of anther. Alla, tapetum alla dehiscence of anther help in the stomium region le കാണുന്ന endothelial cells ആണ്. Stomium എന്ന് പറയുന്ന line of dehiscence ആണ്. So this is the correct option. Next one, which of the following statement is wrong? Phycomyces are also called as algae, algal fungi. Correct ആണ്. Phycomyces ന്റെ aquatic natureും അതുപോലെ തന്നെ അതിന്റെ hyphae natureും കൂടി കൂടിയിട്ടാണ് അതിനെ algal hyphae എന്ന് പറയാനുള്ള കാരണം. Cyanobacteria are also called as blue green algae. Correct. Blue green pigment ഉള്ളതുകൊണ്ട് അത് blue green algae എന്നും പറയും. Golden algae are also called as desmate. Correct. Eubacteria are also called as false bacteria. Eubacteriaക്ക് പറയുന്നത് true bacteria എന്നാണ്, false bacteria എന്നല്ല. Next one, the Avena curvature is used for bioassay of auxin. Auxinന്റെ bioassayക്ക് വേണ്ടിയിട്ടാണ് Avena curvature test യൂസ് ചെയ്യുന്നത്. Indol 3 acetic acid. Here Avena curvature, Avena എന്ന് പറയുന്ന ഒരു oat plant ആണ്. Oats, OAT, oat. Oats പ്ലാന്റിൽ ഓക്സിന്റെ ആക്ടിവിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഓക്സിൻ സിന്തസൈസ് ചെയ്യുന്ന ആ ഭാഗത്ത് നിന്ന് അത് ഷെയ്ഡഡ് റീജിയനിലേക്ക് വരുന്നതും ആ ഷെയ്ഡഡ് റീജിയനിൽ നിന്ന് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോട്ടോട്രോപിക് ആക്ടിവിറ്റി കാണിക്കുന്നതും കണ്ടു. അതാണ് അവീന കർവേച്ചർ. ദാറ്റ് കർവ് towards the light. Next one, which of the following structure is homologous to the wing of a bird? Birdന് homologous ആയിട്ടുള്ള സ്ട്രക്ചർ ഇവിടെ ഏതാണ്? Flippers of whale. That is homologous to wing of a bird. That is correct. Then next one, blood pressure in the pulmonary artery is. Pulmonary arteryയിലെ blood pressure എപ്പോഴും pulmonary vein-നേക്കാൾ കുറവായിരിക്കും. ഇനി അത് കൂടിക്കഴിഞ്ഞാലത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ pulmonary hypertension ഉണ്ടാക്കും അല്ലെങ്കിൽ pulmonary oedema ഉണ്ടാക്കും. Okay, so that is an diseased condition. So here the options they have given less than that in vena cava. Vena cava-നേക്കാൾ കുറവായിരിക്കുന്ന അല്ല, വെയിനിലെ ബ്ലഡ് പ്രഷർ എപ്പോഴും ആർട്ടറിയിലെ ബ്ലഡ് പ്രഷറിനേക്കാൾ കുറവായിരിക്കും. സെയിം ആസ് ദാറ്റ് ഇൻ ദ അയോർട്ട. അയോർട്ടയിൽ ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും, കാരണം അയോർട്ട പോകുന്ന ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് ടേപ്പേർഡ് എൻഡ് ഉള്ളത്. അവിടെ പമ്പിങ് പ്രഷർ കൂടുതലുണ്ടാവും. മോർ ദാൻ ദാറ്റ് ഇൻ ദ കരോട്ടൈഡിനേക്കാൾ കൂടുതലായിരിക്കില്ല. മോർ ദാൻ ദാറ്റ് ഇൻ ദ പൾമനറി വെയിനേക്കാൾ കൂടുതലായിരിക്കും. നെക്സ്റ്റ് വൺ, ഫെർട്ടിലൈസേഷൻ ഇൻ ഹ്യൂമൻ ഈസ് പ്രാക്ടിക്കലി ഫീസിബിൾ ഓൺലി ഇഫ്. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് സ്പേം വന്നിട്ട് അതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 3 to 5 days ഉണ്ടാവും. ഒവം വന്നിട്ട് 4 to 12 hours ഉണ്ടാവുള്ളൂ. സോ ഹിയർ സ്പേമും ഒവം കൂടി ഫാലോപ്പിയൻ ട്യൂബിൻ്റെ ആംപുലറി ഇസ്മിക് ജംഗ്ഷനിൽ ഒപ്പം എത്തുന്ന സമയത്താണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. സോ ഹിയർ വി ക്യാൻ സേ ദ ovum and sperm are transported simultaneously to ampullary isthmic junction of the fallopian tube. Okay, ഇനി the sperms are transported into vagina just after the release of ovum in fallopian tube. അതും കറക്റ്റ് ആണ്. പക്ഷെ നമുക്കിവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന 3 ആണ്. അപ്പോൾ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള, 2ഉം 3ഉം കറക്റ്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് 2നും മാർക്ക് കൊടുത്തിട്ടുണ്ടാവണം കേട്ടോ. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന അനുസരിച്ച് 3 ആണ് എക്സാക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് വൺ, ഇൻ മിയോസിസ് ക്രോസിംഗ് ഓവർ ഈസ് ഇനീഷ്യേറ്റഡ് അറ്റ്. പാക്കറ്റീൻ സ്റ്റേജിലാണ്, കാരണം പാക്കറ്റീൻ സ്റ്റേജിലാണ് റീകോമ്പിനേഷന് വേണ്ടിയിട്ടുള്ള റീകോമ്പിനേസ് എൻസൈം പ്രസന്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ക്രൈസോഫൈറ്റ്, യൂഗ്ലിനോയിഡ്, ഡൈനോഫ്ലാജലേറ്റ് ആൻഡ് സ്ലൈം മോൾസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കിങ്ഡം പ്രൊട്ടിസ്റ്റ. പ്രൊട്ടിസ്റ്റയിലാണ് ഈ പറയുന്ന എല്ലാ organisms. Question, lack of relaxation between successive stimuli in sustained muscle contraction is known as tetanus. കാരണം ടെറ്റനസ് എന്ന് പറയുന്ന പ്രൊലോങ്ഡ് കൺട്രാക്ഷൻ ഓഫ് മസിൽസ് ആണ്. അതിൻ്റെ ഇടയിൽ മസിലിൻ്റെ റിലാക്സേഷൻ സംഭവിക്കുന്നില്ല. അത് സാധാരണ ടെറ്റനസ് വരുന്നത് ടെറ്റനോസ്പാസ്മിൻ എന്ന് പറയുന്ന ഒരു ടോക്സിൻ്റെ റിലീസ് കൊണ്ടാണ്. അത് ക്ലോസ്ട്രീഡിയം ടെറ്റനസ് റിലീസ് ചെയ്യുന്ന ഒരു ടോക്സിനാണ് കേട്ടോ. ഇനി വാട്ട് ഈസ് ടോണസ്? ടോണസ് എന്ന് പറയുന്ന ലോ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓഫ് മസിൽ അല്ലെങ്കിൽ സ്റ്റഡി പാർഷ്യൽ കൺട്രാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന മസിൽ. അത് നെർവ് ഇമ്പൾസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു സ്റ്റഡി പാർഷ്യൽ കൺട്രാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മസിൽ ടോണസ് ഒക്കെ കൊണ്ടാണ് നമുക്ക് ബോഡിയുടെ പോസ്റ്റർ നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കുറേ സമയം നിൽക്കാൻ കഴിയുന്നത് കേട്ടോ. ഇനി സ്പാസം എന്ന് പറയുന്നത് ക്രാംസിന്, മസിൽ ക്രാമ്പിനാണ് സ്പാസം എന്ന് പറയുന്നത്. അതായത് സഡൻ ഇൻവോളണ്ടറി മസിൽ ആണ് സ്പാസം എന്ന് പറയുന്നത്. അതുപോലെ ഫറ്റീഗ് എന്ന് പറയുന്ന മസിലിൻ്റെ ടയേർഡ്നെസ്സിനാണ് ഫറ്റീഗ് എന്ന് പറയുന്നത്. ഒരുപാട് എക്സസൈസ് ഒക്കെ ചെയ്ത് മസിൽ ടയേർഡ് ആവുന്നതിനാണ് ഫറ്റീഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓൺ ഇൻഹിബിൻ. ഇൻഹിബിൻ സെക്രീറ്റ് ചെയ്യുന്നത് സെർട്ടോളി സെൽസ് ഇൻ മെയിൽ ആൻഡ് ഗ്രാനുലോസ സെൽസ് ഇൻ ഫീമെയിൽ ആണ്. FSHന്റെ പ്രൊഡക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രാനുലോസ സെൽസ് ഇൻ ഓവറി ആൻഡ് ഇൻഹിബിറ്റ് ദ സെക്രീഷൻ ഓഫ് FSH. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Name the chronic respiratory disorder caused mainly by cigarette smoking. Cigarette smoking കൊണ്ട് ഉണ്ടാകുന്നത് emphysema. Emphysema, it will damage the alveolus. Surface area for the respiration will be decreased. Next question. Which of the following is most appropriately describe hemophilia? Hemophilia is an X-linked recessive disorder. ഇത് മേജർ ആയിട്ട് കാണുന്നത് മെയിലാണ് because X chromosome, that is hemizygous in the case of male. Okay, so here the correct option is X-linked recessive gene disorder. Next one, select the correct statement. The leaves of gymnosperms are not well adapted to extreme of climate. It is adapted to extreme of climate. Correct. Gymnosperms, ഇത് തെറ്റാണ് കേട്ടോ. Gymnosperms are both homosporous and heterosporous. Gymnosperms are heterosporous, not homosporous. Salvinia, ginkgo, pinus are all gymnosperms. Salvinia is a heterosporous pteridophyte. Sequoia is one of the tallest trees. Sequoia അല്ലെങ്കിൽ redwood tree ആണ് tallest tree എന്ന് പറയുന്നത്. So fourth option is correct. Next question, which of the following is required as an inducer for the expression of lac operon? Lac operon എപ്പോഴും നെഗറ്റീവ്ലി റിഗുലേറ്റഡ് ടൈപ്പ് ഓഫ് ഓപ്പറോൺ ആണ്. അവിടെ ഒരു റിപ്രസർ ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ റിപ്രസറിനെ റിമൂവ് ചെയ്ത് ആ ഓപ്പറോണിനെ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത് ലാക്ടോസ് ആണ്, ബിക്കോസ് ലാക്ടോസ് ഹാസ് അഫിനിറ്റി ടുവേഴ്സ് ദ റിപ്രസർ molecule. Next question, a tall true breeding garden pea plant is crossed with a dwarf true breeding garden pea plant when the F1 plants were selfed. The resulting genotype were in the ratio of, genotypic ratio of monohybrid cross is 1:2:1, that is tall homozygous is to tall heterozygous is to dwarf. Okay, so here the second option is correct. Next question, 25th question. Which part of the tobacco plant is infected by meloid gene incognitia? Meloid gene incognitia എന്ന് പറയുന്ന ഒരു നെമാറ്റോഡിന്റെ ഇൻഫെക്ഷൻ ആണ്. അത് റൂട്ടിനെ ഇൻഫെക്ട് ചെയ്യുന്നതാണ്. RNA ഇന്റർഫറൻസിൽ നമ്മൾ പഠിക്കുന്നതാണത്. Which of the following is not a characteristic feature during mitosis in somatic cell? മൈറ്റോട്ടിക് ഡിവിഷനിൽ നടക്കാത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇവിടെ സിനാപ്സിസ് ഫോർമേഷൻ. ഇറ്റ് occurs in meiosis, prophase 1, and it occurs in the zygotine stage. Next one, which of the following statement is not true for cancer cell in relation to mutations? Mutation inhibit the production of telomeres. Mutation നടക്കുമ്പോൾ ടീലോമറേസിന്റെ ഇൻഹിബിഷൻ അല്ല, ഇൻഡക്ഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടീലോമിയേഴ്സിന്റെ ഇൻഹിബിഷൻ നടക്കുന്നില്ല അവിടെ. സോ ഹിയർ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. നോട്ട് റിലേറ്റഡ് ടു മ്യൂട്ടേഷൻ, നോട്ട് ട്രൂ ഫോർ ക്യാൻസർ സെൽ ഇൻ റിലേഷൻ ടു മ്യൂട്ടേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തെറ്റായിട്ടുള്ളത് മ്യൂട്ടേഷൻ ഈ ഇൻഡ്യൂസ് ദ പ്രൊഡക്ഷൻ ഓഫ് ടീലോമിയേഴ്സ് ആണ്, ഇൻഹിബിറ്റ് അല്ല. അതുകൊണ്ടാണ് റാപ്പിഡ് സെൽ ഡിവിഷൻ നടക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ മേജർ കമ്പോണന്റ് ഓഫ് ദ സെൽ വോൾ ഓഫ് മോസ്റ്റ് ഫംഗൈ ഈസ് കൈറ്റിൻ. കൈറ്റിൻ ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് N-acetyl glucosamine. Next question, cotyledon of maize grain is called as. Maize is a monocotyledonous plant and its cotyledon is called as scutellum. അതിനൊരു rudimentary cotyledon ഉണ്ട്. rudimentary cotyledon പറയുന്ന പേരാണ് എപ്പിബ്ലാസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following would appear as the pioneer organism on bare rock? bare rockൽ കാണുന്ന പിയോനിയർ ഓർഗാനിസം, ആദ്യം കാണുന്ന ഓർഗാനിസം എന്ന് പറയുന്ന ലൈക്കനാണ്. ലൈക്കനാണ് ആ പറയുന്ന പാറയെ പൊടിച്ച് മണ്ണാക്കിയതിനു ശേഷം അടുത്ത ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ചേഞ്ചസ് ഇൻ ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ പൾസ് ഫ്രീക്വൻസി ഇൻ ഫീമെയിൽ ഈസ് കൺട്രോൾഡ് ബൈ സർക്കുലേറ്റിംഗ് ലെവൽ ഓഫ്. ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ കൺട്രോൾ ചെയ്യപ്പെടുന്നത് ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും സർക്കുലേറ്റിംഗ് ലെവൽ അനുസരിച്ചാണ്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ in the case of female. Next one, anti-venom injection contain preformed antibodies while polio drops that are administered into the body contain. Polio drops എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ വാക്സിൻ ആണ്, ദാറ്റ് ഈസ് അറ്റിനുവേറ്റഡ് പാത്തോജൻ. സെക്കൻഡ് ജനറേഷൻ വാക്സിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ അറ്റിനുവേറ്റഡ് ആയിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ആന്റിജനെ അറ്റിനുവേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. തേർഡ് ജനറേഷൻ വാക്സിൻ എന്ന് പറയുന്നത് DNA ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ gene based vaccination ആണ് കേട്ടോ. So here it is attenuated pathogen. Next one, photosensitive compound in human eye is made up of. Photosensitive compound rhodopsin, it is made with retinal and opsin. So the third option is correct. Next one, specialized epidermal cells surrounding the guard cells are called as. guard cellനെ സറൗണ്ട് ചെയ്ത് കാണുന്ന എപ്പിഡർമൽ സെൽസിനെ നമ്മൾ പറയുന്ന പേരാണ് സബ്സിഡിയറി സെൽസ്. ഇവിടെ എപ്പിഡർമൽ സെൽസിൽ ആകെ ഗാർഡ് സെൽസിൽ മാത്രമേ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളൂ. സബ്സിഡിയറി സെൽസിൽ there is no chloroplast.
Next question, which of the following features is not present in the phylum Arthropoda? Phylum Arthropoda കാണാത്ത features. Parapodia, that is a characteristic feature of annelid, where the nereisന്റെ ഒരു characteristic feature ആണ് parapodia എന്ന് പറയുന്നത്. Jointed appendages, metameric segmentation, chitinous exoskeleton arthropodന്റെ character. Next question, reduction in pH of blood will. pH കുറയുക എന്ന് പറഞ്ഞാൽ acidic condition ആവുക എന്നാണ്. H+ന്റെ കോൺസെൻട്രേഷൻ കൂടുക, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുക എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ ഡിസോസിയേഷൻ കർവ് ഇറ്റ് വിൽ ബി ഷിഫ്റ്റഡ് ടുവേഴ്സ് ദ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിജനും ഹീമോഗ്ലോബിനും തമ്മിലുള്ള അഫിനിറ്റി കുറഞ്ഞു. സോ ഡിക്രീസ് ദ അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓൾവേസ് ഹോൾഡ് ട്രൂ ഫോർ ദ കറസ്പോണ്ടിങ് ഗ്രൂപ്പ് ഓഫ് ആനിമൽസ്? 3-chambered ഹാർട്ട് വിത്ത് 1 ഇൻകംപ്ലീറ്റ്ലി ഡിവൈഡഡ് വെൻട്രിക്കിൾ. റെപ്റ്റീലിയ നോ. റെപ്റ്റൈൽസിൽ തന്നെ ക്രൊക്കഡൈലിൽ 4-chambered ഹാർട്ട് ഉണ്ട്. അപ്പോൾ അത് തെറ്റാണ്. നെക്സ്റ്റ് വൺ, കാർട്ടിലേജിനസ് എൻഡോസ്കെലറ്റൻ is present in chondrichthyes. Chondrichthyes എന്ന് പറയുന്നത് തന്നെ കാർട്ടിലേജിനസ് ഫിഷസിനാണ്. സോ ദാറ്റ് ഈസ് കറക്റ്റ്. വിവിപാരസ് മമേലിയ, എല്ലാ മാമൽസും മാമൽസും വിവിപാരസ് അല്ല. ഒവിപാരസ് ആയിട്ടുള്ള എഗ് ലേയിങ് മാമൽസ് ഉണ്ട് പ്ലാറ്റിപ്പസ്. സോ ദിസ് ഈസ് റോങ്. പോസസ് എ മൗത്ത് വിത്ത് ആൻ അപ്പർ ആൻഡ് ലോവർ ജോ കോഡേറ്റ. കോഡേറ്റയിൽ തന്നെ ജോലെസ് ഓർഗാനിസംസ് ഉണ്ട്. സോ ഹിയർ ദ സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ terms in column 1 with the description in column 2 and choose the correct option. Dominance എന്ന് പറയുന്നത് in a heterozygous organism only one allele express itself, that is called as dominant. Codominance is nothing but in a heterozygous organism both allele express themselves fully. Pleiotropy, in which a single gene influence many characters. Polygenic inheritance, many genes govern a single character. So here the correct option is 3. Next one, a typical fat molecule is made up of. ഒരു typical fat molecule എന്ന് പറയുന്നത് ഒരു ഗ്ലിസറോളുമേ 3 fatty acid അറ്റാച്ച് ചെയ്താണ്. 1 glycerol and 3 fatty acid molecule. Next one, proximal end of the filament of stamen is attached to. Proximal end of the stamenന്റെ filament അറ്റാച്ച് ചെയ്തേക്കുന്നത്, proximal end അറ്റാച്ച് ചെയ്തേക്കുന്നത് ഒന്നുപോലെ പെറ്റലിലോ അല്ലെങ്കിൽ തലാമസിലോ അല്ലെങ്കിൽ ടെപ്പലിലോ ആയിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സോ ഹിയർ പെറ്റലിൽ അറ്റാച്ച് ചെയ്തേക്കുന്നതിന് അതിനെ എപ്പിപെറ്റലസ് കണ്ടീഷൻ എന്നും ടെപ്പലിൽ അറ്റാച്ച് ചെയ്തേക്കുന്നതെങ്കിൽ അതിനെ എപ്പിഫിലസ് കണ്ടീഷൻ എന്നുമാണ് പറയാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്? Glycine is a sulfur containing amino acid. തെറ്റാണ്. Glycine is the simplest amino acid ആണ്. Sulfur containing amino acid എന്ന് പറയുന്നത് മെഥിയോനിനും സിസ്റ്റിനുമാണ്. Next one, water vapor comes out from the plant leaf through the stomatal opening. Through the same stomatal opening, carbon dioxide diffuses into the plant during photosynthesis. Reason out the above statement using one of the following option. അതിന്റെ രണ്ടിന്റെ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് വ്യത്യാസം ആയതുകൊണ്ടാണ് ഒന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒന്ന് അകത്തേക്ക് വരുന്നത്. Both process can happen together because the diffusion coefficient of water and carbon dioxide is different. That is the correct option. Next question, a complex of ribosome attached to a single strand of RNA is known as polysome. Polysome എന്ന് പറയുന്ന പ്രോകാരിയോട്ടിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. ഒരൊറ്റ mRNAയിൽ ഒരുപാട് റൈബോസോംസ് മുത്തുപോലെ അറ്റാച്ച് ചെയ്തേക്കുന്നതിനെ നമ്മൾ പോളിസോം എന്ന് പറയാം. പോളിസോമിനെ പോളിറൈബോസോം എന്ന് പറയും. അതുപോലെ തന്നെ എർഗോസോം എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. Next question, which one of the following is a characteristic feature of cropland ecosystem? Cropland ecosystem എന്ന് പറഞ്ഞാൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ലാൻഡ് ആണ്. അവിടെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ടാവില്ല. സോ ലീസ്റ്റ് ജനറ്റിക് ഡൈവേഴ്സിറ്റി വിൽ ബി ദെയർ ഇൻ ദാറ്റ് റീജിയൻ. നെക്സ്റ്റ് വൺ, which of the following is the most important cause of animal and plant being driven to extinction? ഒരു ആനിമൽ പ്ലാന്റ് എക്സ്റ്റിങ്ഷൻ നടക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. പല പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ ഇതൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ക്ലോറോപ്ലാസ്റ്റ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആർ ഫൗണ്ട് ഇൻ. ഏറ്റവും കൂടുതൽ പ്രോട്ടോൺസ് ക്ലോറോപ്ലാസ്റ്റിൽ കാണുന്നത് തൈലക്കോയിഡിന്റെ ലൂമന്റെ ഉള്ളിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ തൈലക്കോയിഡിന്റെ ലൂമന്റെ ഉള്ളിൽ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് കെമിയോസ്മോട്ടിക് പ്രോസസ് നടക്കുന്നത്. അപ്പോൾ അവിടെ ആ പ്രോട്ടോൺ കൂടാനുള്ള ഒരു കാരണം പ്രോട്ടോൺ തൈലക്കോയിഡ് ക്ലോറോപ്ലാസ്റ്റിന്റെ തൈലക്കോയിഡിന്റെ പുറത്തുനിന്ന് സ്ട്രോമ റീജിയനിൽ നിന്ന് ഉള്ളിലേക്ക് എടുക്കുന്നത് കൊണ്ടും അതേപോലെ ഓക്സിജൻ ഇവോൾവിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് ലൂമനിൽ ഇരിക്കുന്നത് കൊണ്ടും ആണ്. Next one, which of the following is not required for any of the technique of DNA fingerprinting available at present? ഇവിടെ ഒരു ഇതിനും യൂസ് ചെയ്യാത്ത സിങ്ക് ഫിംഗർ അനാലിസിസ് ആണ്. എന്താ സിങ്ക് ഫിംഗർ അനാലിസിസ് എന്ന് പറയുന്നത് അറിയാമോ? സിങ്കുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല കേട്ടോ. അതിന് യൂക്യാരിയോട്സിൽ കാണുന്ന DNA അസോസിയേറ്റ് ചെയ്ത് കാണുന്ന ഒരു മേജർ പ്രോട്ടീൻ ആണ് സിങ്ക് ഫിംഗർ എന്ന് പറയുന്നത്, സിങ്ക് ഫിംഗർ പ്രോട്ടീൻ. ഇതിന്റെ ഫംഗ്ഷൻ വന്നിട്ട് DNA റെക്കഗ്നൈസ് ചെയ്യുക, അതുപോലെ തന്നെ RNAയുടെ പാക്കേജിങ്ങിന് വേണ്ടിയിട്ട്, ട്രാൻസ്ക്രിപ്ഷൻ ആക്ഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അപ്പോപ്റ്റോസിസിനെ മെയിൻറ്റെയിൻ ചെയ്യുക,
റെഗുലേറ്റ് ചെയ്യുക, അതുപോലെ ലിപ്പിഡ് ബൈൻഡിങ്, ഇതൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻ. അത് നമ്മൾ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ പ്രിമിറ്റീവ് പ്രോകാരിയോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ് ഫ്രം ദ ഡങ് ഓഫ് റൂമിനന്റ് ആനിമൽ ഈസ് മെത്തനോജൻസ്, അല്ലേ? because methane gas ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഇസ് നോട്ട് പ്രസന്റ് ഇൻ പെരിപ്ലാനറ്റ അമേരിക്കാന? മെറ്റാമറിക്കലി സെഗ്മെന്റഡ് ബോഡിയാണ് അവർക്ക്. സ്കൈസോസിലോം ആണ് അവരുടെ ബോഡി ക്യാവിറ്റി. സ്കൈസോസിലോം കാണുന്നത് എക്കിനോഡെർമേറ്റ മുതലാണ് എൻട്രോസിലോം, അതുവരെ സ്കൈസോസിലോം ആണ്. മൊളസ്ക് വരെ സ്കൈസോസിലോം ആണ് കേട്ടോ. ഇൻഡിറ്റർമിനേറ്റ് ആൻഡ് റേഡിയൽ ക്ലീവേജ് അല്ല, ഇൻഡിറ്റർമിനേറ്റ് ആൻഡ് സ്പൈറൽ ക്ലീവേജ് ആണ് ഈ പറയുന്ന പെരിപ്ലാനറ്റ അമേരിക്കയിൽ കാണുന്നത്. സോ ദിസ് ഈസ് റോങ്. എക്സോസ്കെലിറ്റൻ കമ്പോസ്ഡ് ഓഫ് എൻ അസറ്റൈൽ ഗ്ലൂക്കോസമൈൻ, that is correct. Next question. A system of rotating crops with a legume or grass pasture to improve soil structure and fertility is called as lay farming. Lay farming എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം കൾട്ടിവേറ്റ് ചെയ്ത ലാൻഡിൽ വേറെ ഏതെങ്കിലും ഒരു പ്ലാന്റ് ആയിരിക്കും നെക്സ്റ്റ് കൾട്ടിവേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ വാഴ നട്ട് അതേ ഏരിയയിൽ ചിലപ്പോൾ പയറായിരിക്കും നട്ടുപിടിപ്പിക്കുക. അത് നൈട്രജൻ ഫിക്സേഷൻ കൂടാൻ വേണ്ടിയിട്ട്, ഫെർട്ടിലിറ്റി കൂടാൻ വേണ്ടിയിട്ട്. അതിന് ലേ ഫാമിംഗ് എന്ന് പറയും. ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ കൾട്ടിവേഷൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സ്ഥലത്തായിരിക്കും കൾട്ടിവേഷൻ ചെയ്യുക. ഈ ആദ്യം കൾട്ടിവേറ്റ് ചെയ്ത ലാൻഡിനെ ഫെർട്ടിലിറ്റി കൂടാൻ അവിടെ വെറുതെ ഇട്ടേക്കും. അതിനാണ് ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഇനി കോണ്ടൂർ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഏരിയയിൽ ആ സ്ലോപ്പിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ കൾട്ടിവേഷൻ ചെയ്യുക. അങ്ങനെ കൾട്ടിവേഷൻ ചെയ്ത് കഴിയുമ്പോൾ മണ്ണൊലിപ്പ് തടയാൻ പറ്റും. അതിനെ കോണ്ടൂർ ഫാമിംഗ് എന്ന് പറയാം. ഇനി സ്ട്രിപ്പ് ഫാമിംഗ് എന്ന് പറയുന്നത് ഫാമിന് ഒരു ചെറിയ ചെറിയ സ്ട്രിപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ സ്ട്രിപ്പിലും ഓരോ തരത്തിലുള്ള പ്ലാന്റ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിനാണ് സ്ട്രിപ്പ് ഫാമിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്ലി മാച്ച്ഡ് ഇൻ ദ ഗിവൻ ടേബിൾ? ക്ലോസ്ട്രീഡിയം ബ്യൂട്ടൈലിക്കം ലിപ്പേസ് റിമൂവൽ ഓഫ് ഓയിൽ സ്റ്റെയിൻ അല്ല. ക്ലോസ്ട്രീഡിയം ബ്യൂട്ടൈലിക്കം പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്യൂട്ടനോൾ ആണ് ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ. അപ്പോൾ അതാണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ട്രൈക്കോഡർമ പോളിസ്പോറം സൈക്ലോസ്പോറിൻ എ ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ്, കറക്റ്റ്. മൊണാസ്കസ് പർപ്യൂരിയസ് സ്റ്റാറ്റിൻ ലോവറിംഗ് ബ്ലഡ് കൊളസ്ട്രോൾ ഏജന്റ്, കറക്റ്റ്. സ്ട്രെപ്റ്റോകോക്കസ് സ്ട്രെപ്റ്റോകൈനേസ് റിമൂവൽ ഓഫ് ക്ലോട്ട് ഫ്രം ദ ബ്ലഡ് വെസൽ, ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ മാമൽസ് വിച്ച് ബ്ലഡ് വെസൽ വുഡ് നോർമലി ക്യാരി ലാർജസ്റ്റ് എമൗണ്ട് ഓഫ് യൂറിയ? ലിവറിൽ നിന്ന് കിഡ്നിയിലേക്ക് വരുന്ന വെയിനാണ് ഏറ്റവും കൂടുതൽ യൂറിയ കണ്ടെയ്ൻ ചെയ്യുന്നത്. കാരണം ലിവറിന്റെ ഉള്ളിൽ ഓർണിത്തൈൻ സൈക്കിൾ നടന്നിട്ടാണ് അമോണിയ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഹിയർ വി ക്യാൻ സി ഹെപ്പാറ്റിക് വെയിൻ ദാറ്റ് വിൽ ബി ക്യാരിങ് ലാർജ്ലി യൂറിയ. നെക്സ്റ്റ് വൺ, pick out the correct statements. Hemophilia is a sex-linked recessive disease. Correct. അല്ലേ? ഡൗൺ സിൻഡ്രോം ഈസ് ഡ്യൂ ടു അന്യൂപ്ലോയിഡി. കറക്റ്റ്. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് 21st ക്രോമസോമിന്റെ എക്സ്ട്രാ വരുന്നതാണ്. ഫിനൈൽ കീറ്റോനൂറിയ ഈസ് ആൻ ഓട്ടോസോമൽ റിസസീവ് ജീൻ ഡിസോർഡർ. കറക്റ്റ്. സിക്കിൾ സെൽ അനീമിയ ഈസ് ആൻ എക്സ് ലിങ്ക്ഡ് റിസസീവ് ജീൻ ഡിസോർഡർ. അല്ല, സിക്കിൾ സെൽ അനീമിയ ഈസ് ആൻ ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ that is seen in chromosome number 11. Okay. Next one, which of the following guards the opening of hepatopancreatic duct into duodenum? That is sphincter of Oddi. Next question, microtubules are constituent of. Microtubule ഏതിലൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന? സ്പിൻഡിൽ ഫൈബേഴ്സിലുണ്ട്, സെൻട്രിയോളിലുണ്ട്, സിലിയയിലുണ്ട്, ഫ്ലാജെല്ലയിലുണ്ട്. ഇവിടെയൊക്കെയാണ് മൈക്രോട്യൂബിൾസ് ഉള്ളത്. സോ ഹിയർ വി ക്യാൻ സി സ്പിൻഡിൽ ഫൈബേഴ്സ്, സെൻട്രിയോൾ, സിലിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, The coconut water from tender coconut represent എന്താണ്? ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പാം ആണ്. അതായത് സെൽ വോൾ ഫോർമേഷൻ, അതായത് സൈറ്റോകൈനസിസ് നടക്കാത്ത എൻഡോസ്പാം, ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രൈകാർപ്പലറി സിൻകാർപ്പസ് ഗൈനീഷ്യം ഈസ് ഫൗണ്ട് ഇൻ ഫ്ലവേഴ്സ് ഓഫ്. ലിലിയേഷ്യ ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് ട്രൈകാർപ്പലറി സിൻകാർപ്പസ് ഗൈനീഷ്യം. പൊയേഷ്യം മോണോകാർപ്പലറി ആണ്. സൊലാനേഷ്യ ബൈകാർപ്പലറി സിൻകാർപ്പസ് ആണ്, ബൈകാർപ്പലറി കേട്ടോ. ഫാബേഷ്യം മോണോകാർപ്പലറി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റെം മോഡിഫിക്കേഷൻ? ഫ്ലാറ്റൻഡ് സ്ട്രക്ചർ ഓഫ് ഒപ്പൻഷ്യ. ഫ്ലാറ്റൻ സ്ട്രക്ചർ ഓഫ് ഒപ്പൻഷ്യ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. അതിനെ നമ്മൾ ഫില്ലോക്ലാഡ് എന്ന് പറയും. Pitcher of Nepenthes, that is a leaf modification. Thorn of citrus, that is a stem modification. Tendril of cucumber, that is a stem modification. So here 2 is the correct option, that is a leaf modification. Next question, the tag polymerase enzyme is obtained from Thermus aquaticus, that is highly resistant to high temperature, and it is used in PCR reaction. PCR is a temperature gradient machine. Next one, stem modified into flat green organs performing the function of leaves are known as phylloclad. Phylloclad, it is present in Opuntia, cactus, etc. അതുപോലെ ക്ലാഡോഡ് എന്ന് പറയുന്നത് ഫില്ലോക്ലാഡ് തന്നെ ലിമിറ്റഡ് നമ്പർ ഓഫ് ഇന്റർനോഡ്, അതായത് 1 or 2 ഇന്റർനോഡ് ഉള്ള ഇതിനെയാണ് ക്ലാഡോഡ് എന്ന് പറയുന്നത്. അത് കാണുന്നത് അസ്പരാഗസിലാണ്. ഫില്ലോഡ് എന്ന് പറയുന്നത് പീറ്റിയോളിന്റെ മോഡിഫിക്കേഷൻ ഫോർ ദ ഫോട്ടോസിന്തസിസ്, ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ അക്കേഷ്യ. അക്കേഷ്യയിൽ പീറ്റിയോളാണ് മോഡിഫൈ ചെയ്തിട്ട് ലീഫ് പോലെ അവിടെയാണ്
എങ്ങനെയാണ് photosynthesis നടക്കുക to reduce the transpiration. Next question, in higher vertebrate the immune system can distinguish self cells and non-self. If this property is lost due to genetic abnormality and it attacks self cells, then it leads to autoimmune disease, because അവരുടെ സെൽസിനെ തന്നെ ഫോറിനായിട്ട് റെക്കഗ്നൈസ് ചെയ്ത് അതിനെ നശിപ്പിച്ച് കളയുന്നതിനാണ് ഓട്ടോഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, നോമൻക്ലേച്ചർ ഈസ് ഗവേൺഡ് ബൈ സർട്ടൻ യൂണിവേഴ്സൽ റൂൾ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കോൺട്രറി ടു ദ റൂൾ ഓഫ് നോമൻക്ലേച്ചർ? തെറ്റായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബയോളജിക്കൽ നെയിംസ് ക്യാൻ ബി റിട്ടൺ ഇൻ എനി ലാംഗ്വേജ്. ബയോളജിക്കൽ നെയിം ഇറ്റ് ഈസ് written in Latin language. Okay, handwritten, if it is there, it should be underlined separately. First word of in biological name represent the genus name, correct. Second is specific epithet. The name are written in Latin and are italicized. That is also correct. Next one, in bryophyte and pteridophyte, transport of male gamete requires water. വാട്ടർ മീഡിയം വഴിയാണ് ബ്രയോഫൈറ്റിൻ്റെ ടെറിഡോഫൈറ്റിൻ്റെ ഗ്യാമീറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് അമ്നിയോസെൻറ്റസിസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് ക്ലെഫ്റ്റ് പാലേറ്റ്. ക്ലെഫ്റ്റ് പാലേറ്റ് നമുക്ക് ഈ പറയുന്ന അമ്നിയോസെൻറ്റസിസ് വെച്ച് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ദറ്റ് ഈസ് എ സ്ട്രക്ചറൽ ഡിഫക്റ്റ്. ആ സ്ട്രക്ചറൽ ഡിഫക്റ്റ് ഉണ്ടാകുന്നത് ചിലപ്പോൾ അമ്മ കഴിക്കുന്ന മെഡിസിൻസ് കൊണ്ടോ അല്ലെങ്കിൽ ഫുഡിൻ്റെയോ എഫക്റ്റ് ആയിരിക്കാം, അല്ലാണ്ട് ജനറ്റിക് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല ഈ ക്ലെഫ്റ്റ് പാലേറ്റിന് കാരണമാകുന്നത്. അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇത് 14 to 16 വീക്ക് ഓഫ് പ്രഗ്നൻസിയിൽ ചെയ്യാൻ കഴിയുന്നതാണ്. പാരന്റൽ സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇന്ത്യയിൽ അത് എന്താ പറയുക, സെക്സ് ഡിറ്റർമിനേഷന് വേണ്ടി ചെയ്യുന്ന ബാൻ ചെയ്തേക്കുന്നതാണ്. വാട്ട് എവർ ഇറ്റ് മേ ബി, ഇറ്റ് ക്യാൻ ഡിറ്റർമൈൻ ദ സെക്സ് ഓൾസോ ഫ്രം ദിസ്. അതുപോലെ ഡൗൺ സിൻഡ്രോം ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, കാരണം അത് ക്രോമസോമൽ അബറേഷൻ ആണ്, ക്രോമസോമൽ അന്യൂപ്ലോയിഡിയാണ്. നെക്സ്റ്റ് വൺ, ഇൻ ദ സ്റ്റൊമക് ഗ്യാസ്ട്രിക് ആസിഡ് ഈസ് സെക്രീറ്റഡ് ബൈ. ഗ്യാസ്ട്രിക് ആസിഡ് എന്ന് പറയുന്നത് HCl സെക്രീറ്റ് ചെയ്യുന്ന പേരിയറ്റൽ സെൽസ് ആണ്. പേരിയറ്റൽ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന വേറൊരു ഫാക്ടറാണ് ഗ്യാസ്ട്രിക് ഇൻട്രിൻസിക് ഫാക്ടർ, വിച്ച് വിൽ ഹെൽപ്പ് ഇൻ അബ്സോർബിംഗ് വിറ്റാമിൻ B12. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പിൻഡിൽ ഫൈബേഴ്സ് ആർ അറ്റാച്ച് ടു. സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യുന്നത് ക്രോമസോമിന്റെ സെൻട്രോമിയർ റീജിയനിൽ ഇരിക്കുന്ന കൈനറ്റോകോർ പ്രോട്ടീനും ആയിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് കൈനറ്റോകോർ ഓഫ് ദ ക്രോമസോം. 66 കൈനറ്റോകോർ ഓഫ് ദ ക്രോമസോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നാഷണൽ അക്വാറ്റിക് ആനിമൽ ഓഫ് ഇന്ത്യ? A national aquatic animal of India is river dolphin. Next question, which of the following cell organelle is enclosed by a single membrane? Nuclei double membranous ആണ്, mitochondria double membranous ആണ്, chloroplast double membranous ആണ്, lysosome it is single membrane. Lysosome contain hydrolytic enzyme and it has the pH 5. Next question, the two polypeptide of human insulin are linked together by disulfide bond. Disulfide bond വെച്ചിട്ടാണ് രണ്ട് polypeptide of insulin join ചെയ്തിട്ടുള്ളത്. Next question, in which of the following all three are macronutrients? ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ ഓപ്ഷൻസും തെറ്റാണ്, അതുകൊണ്ട് മിക്കവാറും ഇതിന് ബോണസ് മാർക്ക് കൊടുത്തിട്ടുണ്ടാവണമെന്ന്. നൈട്രജൻ, നിക്കൽ, ഫോസ്ഫറസ് അത് തെറ്റാണ്. നിക്കൽ എന്താ പറയുക, മൈക്രോയിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ബോറോൺ, സിങ്ക്, മാംഗനീസ് മൈക്രോ ആണ്. അയൺ, കോപ്പർ, മോളിബിഡിനം മൈക്രോ ആണ്. മോളിബിഡിനം, മഗ്നീഷ്യം, മാംഗനീസ്. മോളിബിഡിനവും മാംഗനീസും മൈക്രോ ആണ്. മഗ്നീഷ്യം ഈസ് എ മാക്രോന്യൂട്രിയൻറ്റ്. അപ്പോൾ ഇത് മിക്കവാറും ഇൻവാലിഡ് ക്വസ്റ്റ്യൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ് ഫോർ വൈറോയിഡ്? വൈറോയിഡിന് തെറ്റായിട്ടുള്ളതാണ്. എന്താണ് വൈറോയിഡ് എന്ന് പറയുന്നത്? നേക്കഡ് RNA. ദാറ്റ് RNA it will be having low molecular weight, it can give disease in different organism. So here the option, their RNA is of high molecular weight, they will be having low molecular weight. So idana wrong aayittulladu. Lag protein code correct aanu, smaller than virus correct aanu, they cause infection, that is also correct. Next question, analogous structure are a result of. Analogous structure ennu parayunnathu convergent evolution ന്റെ character ആണ്. അതായത് analogous structure എന്ന് പറയുന്നത് അതിന്റെ സ്ട്രക്ചറും ഒറിജിനും ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ അത് ഒരേ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മോഡിഫൈ ചെയ്തേക്കുന്നതായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ ആൻസിസ്റ്റർ ഒന്നായിരിക്കില്ല. സോ ദാറ്റ് ഷോ കൺവെർജന്റ് എവല്യൂഷൻ. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. LH triggers secretion of androgen from the Leydig cell. കറക്റ്റ് ആണ്. FSH stimulate the Sertoli cells which help in spermiogenesis. കറക്റ്റ് ആണ്. LH triggers ovulation in ovary. കറക്റ്റ് ആണ്. LH and FSH decrease gradually during the follicular phase. അല്ല, LH and FSH increase gradually during the follicular phase. ഇത് നമ്മൾ ആ menstrual cycle നോക്കിയാൽ മനസ്സിലാവുന്നതാണ് കേട്ടോ. Next question, which one of the following characteristic is not shared by birds and mammals? Viviparity is not shared by birds and mammals. Mammals മിക്കവാറും എന്താണ് ബേർഡ്സ് ഒവിപാരസും മാമൽസ് വിവിപാരസും ആണ്.
So this is the correct option. Next one, which of the following statement is not correct? Some reptiles have also been reported as pollinators in some plant species. Yes, reptiles pollinators ആയിട്ട് act ചെയ്യുന്നുണ്ട്. Pollen grains of many species can germinate on the stigma of a flower, but only one pollen tube of the same species grow into the style. അല്ല, pollen grains അതാത് സ്പീഷീസിന്റെ pollen grain മാത്രമാണ് സ്റ്റിഗ്മയുടെ മേലെ ജെർമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് തെറ്റ്. ചോദിച്ചേക്കുന്ന തെറ്റ് ഏതാണെന്നാണ് കേട്ടോ. ഇൻസെക്ട് ദാറ്റ് കൺസ്യൂം പോളൻ ഓർ നെക്ടർ വിതൗട്ട് ബ്രിങ്ങിങ് അബൌട്ട് പോളിനേഷൻ ആർ കോൾഡ് ആസ് പോളൻ റോബേഴ്സ് അല്ലെങ്കിൽ നെക്ടർ റോബേഴ്സ്. കറക്റ്റ് ആണ്. പോളൻ ജെർമിനേഷൻ ആൻഡ് പോളൻ ട്യൂബ് ഗ്രോസ് ആർ റെഗുലേറ്റഡ് ബൈ കെമിക്കൽ കമ്പോണൻസ് ഓഫ് ദ പോളൻ ഇന്ററാക്ടിംഗ് വിത്ത് ദോസ് ഓഫ് ദ പിസ്റ്റിൽ. അതും കറക്റ്റ് ആണ്. സോ seed formation without fertilization in flowering plants involve the process of. Without fertilization seed formation നടക്കുന്ന process flowering plantsൽ പറയുന്ന apomixis എന്നാണ്. Next question, which of the following approaches does not give the defined action of contraceptive? Vasectomy prevents spermatogenesis. Vasectomy എന്ന് പറയുന്ന sterilization method done in male. അത് spermatogenesisനെ prevent ചെയ്യല ചെയ്യുന്ന spermനെ സെമന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാതിരിക്കുകയാണ് ചെയ്യുക. Barrier method, അപ്പോൾ ഇത് തെറ്റാണ്. Barrier method prevent fertilization. Correct. Intrauterine devices increases phagocytosis of sperm, suppress sperm motility and fertilizing capacity of sperm. Correct. Hormonal contraceptive prevent or retard entry of sperm, prevent ovulation. അത് കറക്റ്റ് ആണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് വാസക്ടമി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അമിനോ ആസിഡ് ട്രിപ്റ്റോഫാൻ ഈസ് ദ പ്രിക്വേഴ്സർ ഫോർ ദ സിന്തസിസ് ഓഫ്. അമിനോ ആസിഡ് പ്രിക്വേഴ്സർ കാണുന്ന മെലാറ്റോണിനും സെറാട്ടോണിനിലും ആണ്. മെലാറ്റോണിൻ ആൻഡ് സെറാട്ടോണിൻ ഇറ്റ് ഈസ് അമൈഡ് ഹോർമോൺ ആണ്. ദാറ്റ് ഈസ് മെയ്ഡ് വിത്ത് ട്രിപ്റ്റോഫാൻ. അതേപോലെ തന്നെ തൈറോസിൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എപ്പിനെഫ്രിൻ കേട്ടോ. നെക്സ്റ്റ് വൺ, എ റിവർ വിത്ത് ആൻ inflow of domestic sewage rich in organic waste may result in. Organic waste ഒരുപാട് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്വാറ്റിക് എക്കോസിസ്റ്റത്തിൽ ഓക്സിജന്റെ അളവ് കുറയും. അത് ആ അക്വാറ്റിക് എക്കോസിസ്റ്റത്തിലുള്ള അതർ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുകയും ചെയ്യും. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഡെത്ത് ഓഫ് ഫിഷ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഓക്സിജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗോസ് പ്രിൻസിപ്പിൾ ഓഫ് കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ സ്റ്റേറ്റ് ദാറ്റ്. കോമ്പറ്റീറ്റീവ് എക്സ്ക്ലൂഷൻ ഗോസ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് സ്പീഷീസ് ഒരേ സമയം ഒരേ എക്കോസിസ്റ്റത്തിൽ ഒരേ നിഷ് അതിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല വിത്ത് എ ലിമിറ്റിംഗ് റിസോഴ്സ്. ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ ആണല്ലോ പറയുന്നത്. അപ്പോൾ രണ്ട് സ്പീഷീസ് ഇറ്റ് വിൽ നോട്ട് ബി ഏബിൾ ടു ഒക്യുപ്പൈ ദ സെയിം നിഷ് ഇൻഡെഫിനിറ്റ്ലി ഫോർ ദ സെയിം ലിമിറ്റിംഗ് റിസോഴ്സ്. നിഷ് എന്ന് പറയുന്ന ഫങ്ഷണൽ ഹാബിറ്റാറ്റ് ഓഫ് ആൻ ഓർഗാനിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ്മ മേ അട്രിബ്യൂട്ടഡ് ടു. ആസ്മ എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ഇൻ ബ്രോങ്കൈ ആൻഡ് ബ്രോങ്ക്യൂൾ ആണ്. ആസ്മ ഉണ്ടാകുന്ന അലർജിക് റിയാക്ഷൻ കൊണ്ടാണ്. സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ഇൻഫ്ലമേഷൻ ഇൻ ബ്രോങ്കൈ ആൻഡ് ബ്രോങ്ക്യൂൾ ആണ്. ഇവിടെ കൊടുത്തേക്കുന്ന ആൻസേഴ്സ് എന്ന് പറയുന്നതിൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ ട്രക്കിയ ഉണ്ട്, അതുപോലെ തന്നെ അലർജിക് റിയാക്ഷൻ ഓഫ് ദ മാസ്റ്റ് സെൽസ് ഇൻ ദ ലങ്സും ഉണ്ട്. ഈ അലർജിക് റിയാക്ഷൻ ഓഫ് ദ മാസ്റ്റ് സെൽസ് ഇൻ ലങ്സ് അവിടെ കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് ഫോർത്ത് ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യാം, പിക്ക് ചെയ്യാം. പക്ഷെ 3 ഓപ്ഷൻ എഴുതിയാലും മാർക്ക് തരണം, കാരണം അതും ശരിയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the standard petal of a papilionaceous corolla is also called as. Papilionaceous corollയുടെ സ്റ്റാൻഡേർഡ് പെറ്റലിന് പറയുന്ന പേരാണ് വെക്സിലം. ഓക്കെ, അതിന്റെ കീൽ പെറ്റലിന് പറയുന്നതാണ് കാരിന എന്ന് കേട്ടോ. കീൽ പെറ്റലിന് പറയുന്ന പേരാണ് കാരിന. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഈ ഹിൻഡ് 2 ഈസ് എ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. RNAs എന്ന് പറയുന്ന RNA ഡൈജസ്റ്റ് ചെയ്യുന്നതും പ്രോട്ടിയേസ് എന്ന് പറയുന്ന പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്നതും DNAs എന്ന് പറയുന്ന DNA ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് മച്ച് ഈസിയർ ഫോർ എ സ്മോൾ ആനിമൽ ടു റൺ അപ്ഹിൽ than for a large animal because small animalന്റെ കേസിൽ the surface area volume ratio will be more. surface area volume ratio കൂടുതലുള്ള ഓർഗാനിസത്തിൽ മെറ്റാബോളിക് റേറ്റ് കൂടുതലായിരിക്കും to maintain their surface area. ആ മെറ്റാബോളിക് റേറ്റ് കൂടുതലുള്ള ഓർഗാനിസം വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാം. അതിനുള്ള എനർജി അവർക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ here the answer is smaller animals have a higher metabolic rate because of that they can move very fast. Next question, following are the 2 statements regarding the origin of life. The earliest organisms that appeared on the earth were non-green and presumably anaerobes. കാരണം അവിടെ എന്താണ് ഓക്സിജന്റെ പ്രസൻസ് ഉണ്ടായിരുന്നില്ല. കറക്റ്റ് ആണ്. The first autotrophic organism were the chemoautotrophs that never released oxygen. That is also correct. So both statement A and B are correct.
Next question, a cell at telophase stage is observed by a student in a plant brought from the field. He tells his teacher that this cell is not like other cells at telophase stage. There is no formation of cell plate and thus the cell is containing more number of chromosomes as compared to other dividing cell. This would result in polyploidy. കാരണം polyploidy എന്ന് പറയുന്നത് പ്ലാന്റ്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. അവിടെ സെൽ ഡിവിഷൻ നടന്നില്ലെങ്കിൽ കംപ്ലീറ്റ് ക്രോമസോമോ ഒരൊറ്റ സെല്ലിൻ്റെ ഉള്ളിൽ വരും. അതിനെയാണ് പോളിപ്ലോയിഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിപ്ലീഷൻ ഓഫ് വിച്ച് ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ക്യാൻ ലീഡ് ടു ആൻ ഇൻക്രീസ് ഇൻസിഡൻസ് ഓഫ് സ്കിൻ ക്യാൻസർ? ദാറ്റ് ഈസ് ഓസോൺ. ബിക്കോസ് ഓസോൺ ലെയർ പോയി കഴിഞ്ഞാൽ അൾട്രാവയലറ്റ് റേഡിയേഷൻ ഭൂമിയിൽ പതിക്കും. അൾട്രാവയലറ്റ് റേഡിയേഷൻ സ്കിൻ ക്യാൻസറിന് കാരണമാവുകയും ചെയ്യും. Next question, joint forest management concept was introduced in India during 1980s. Next question, which one of the following is starter codon? That is AUG. AUG also represent methionine. Then next question, the term ecosystem was coined by A.G. Tansley. It was coined in 1935. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും കുറച്ചും കൂടി ആ ഒരു എന്താ പറയുക 2018-നെയും 2017-നെയും ഒക്കെ വെച്ച് കുറച്ചും കൂടി ഒരു ഡീപ്പായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. പക്ഷെ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഓക്കെ.